പഠിക്കാൻ പോകുന്നത് മാത്സ് ആണ്. ക്ലാസ് 10 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി പഠിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ആദ്യം നമുക്ക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. A set of numbers that can be written as first, second, third and so on is known as sequence. Okay, അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എ സെറ്റ് ഓഫ് നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ഈസ് നോൺ ആസ് സീക്വൻസ്. അടുത്ത് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസ്. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരേ കോമൺ ഡിഫറൻസ് വെച്ച് ഒരു സീക്വൻസിനെ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇങ്ങനെ പോകട്ടോ. ഇതാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ 4ൽ നിന്ന് നമ്മൾ 2 മൈനസ് ചെയ്താലും നമുക്ക് 2 തന്നെ കിട്ടും. ഇതാണ് അതിൻ്റെ കോമൺ ഡിഫറൻസ്. 6ൽ നിന്ന് 4 മൈനസ് ചെയ്താലും 2 കിട്ടും. 8ൽ നിന്ന് 6 മൈനസ് ചെയ്താലും 2 കിട്ടും. ഇതിനാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. സെയിം കോമൺ ഡിഫറൻസ് ഉള്ള ഒരു സീക്വൻസിനെ മാത്രമേ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാറുള്ളൂ. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ആർ ഗിവൻ ബിലോ ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഗീവ് റീസൺസ്, റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓൾസോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇതിൽ കുറച്ച് സീക്വൻസസ് നമ്മൾ ചെയ്യാൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അതിൻ്റെ റീസൺസും എഴുതണം, അതിൻ്റെ കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതാനാണ്. തേർഡ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ ഗോട്ട് ഹാസ് ദ ഹാഫ് ഓഫ് ഓഡ് നമ്പർ. ഓഡ് നമ്പറിൻ്റെ ഫ്രാക്ഷൻ്റെ ഹാഫാണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവേഴ്സ്. 2 പവേഴ്സ് ഓഫ് 2 നമുക്കറിയാം. 2, 4, 6 അതൊക്കെയാണ് പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത്. അതിൻ്റെ സീക്വൻസ് എഴുതാനാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽ നമുക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് എത്രയാണ്? 1/1, 1, 2, 3, 4, 5, 6 ആണ് നമ്മുടെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1/1, 1/2, 1/3, 1/4 അതൊക്കെയാണ് നമ്മുടെ റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 1, 3, 5, 7, 9 അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് അത്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 ഇതാണ് നമ്മുടെ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 3ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 5 മൈനസ് 3 എന്ന് പറഞ്ഞാലും 2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താണ്? ഇത് വെച്ച് 1ൽ നിന്ന് 2 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 3ൽ നിന്ന് 2 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5ൽ നിന്ന് 2 ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. അങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ സെയിം ഓഡ് നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1, 3, 5, 7, 9 ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അത് 2 ആണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. എന്താ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്? കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഇതാണ് ഏറ്റവും വലിയ റീസൺ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി പഠിക്കാൻ പോകുന്നത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ്. നമ്മുടെ പാർട്ട് ബി എന്ന് പറയുന്നത്. പാർട്ട് ബി ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമുക്കറിയാം. 2, 4, 6, 8, 10 അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ? 2 ആണ് അല്ലേ?
4ൽ നിന്ന് നമ്മൾ 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. 6ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോഴും 2 കിട്ടും. 8ൽ നിന്ന് 6 മൈനസ് ചെയ്താലും 2 കിട്ടും. അപ്പം ഇതിൻ്റെയൊക്കെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊരു അർത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ്. ആണ്. ബിക്കോസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് എന്താ? സെയിം അല്ല. എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് സെയിം ആകുമ്പോൾ ഇതൊരു അർത്തമെറ്റിക് സീക്വൻസ് ആണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീക്വൻസ് ഓഫ് ദ ഫ്രാക്ഷൻ ഗോട്ട് ആസ് ദ ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് ഇതിൽ ആദ്യം എഴുതേണ്ടത്. 1 3 5 7 9 അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ ഗോട്ട് ആസ് ദ ഹാഫ്, ഫ്രാക്ഷൻ ആണ് എഴുതേണ്ടത്, അതും ഹാഫ്. സീക്വൻസിൻ്റെ ഹാഫിൻ്റെ ഫ്രാക്ഷൻ ആണ് എഴുതേണ്ടത്. അപ്പോൾ അതെങ്ങനെ വരും? 1/2 3/2 5/2 7/2 9/2. ഇതാണ് സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ. സീക്വൻസ് ഓഫ് ദ ഫ്രാക്ഷൻ ഗോട്ട് ആസ് ദ ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. 1/2 3/2 5/2 7/2 9/2. ഇതിനെയാണ് നമ്മൾ സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ ഗോട്ട് ആസ് ദ ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ആണ്. നമുക്കറിയാം സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് 2 2 2 3 2 അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരിക? 2 4 8 16 അങ്ങനെ വരുന്നതിനാണ് നമ്മൾ പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1 2 3 4 5 അങ്ങനെ പോകുന്നതിനെയാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/1 1/2 1/3 1/4 1/5 അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അടുത്തിനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/2 മൈനസ് 1/1 എന്ന് പറയുമ്പോൾ നമുക്ക് 1 × 1 1 കിട്ടും. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് താഴത്തെ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 1 × 1 1 മൈനസ് 1 × 2 2 ബൈ 2 × 1 2 എന്ന് പറയുമ്പോൾ നമുക്ക് -1/2 എന്ന് ഈ ഒരു നമ്മൾ ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. നമുക്കിനി ഇതുമായിട്ട് ചെയ്ത് നോക്കാം. 1/3 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 1/2 1 × 2 എന്ന് പറയുന്നത് 2 മൈനസ് 1 × 3 3 ബൈ 3 × 2 6 ഈക്വൽസ് ടു -1/6. അപ്പം ഇതൊരു സീക്വൻസ് അല്ല, അർത്തമെറ്റിക് സീക്വൻസ് അല്ല. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ഡിഫറൻസ് ആണ്. Therefore it is not an arithmetic sequence because their common difference are not equal. അപ്പോൾ നമ്മുടെ എല്ലാ സീക്വൻസും ഇപ്പോൾ മനസ്സിലായല്ലോ, എല്ലാ സീക്വൻസിലും ഒരേ കോമൺ ഡിഫറൻസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് 2-3 ടേംസ് എങ്കിലും ഒന്ന് മൈനസ് ചെയ്ത് ഇതേവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊരു സീക്വൻസ് അല്ല എന്ന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സീക്വൻസ് ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 6 എന്ന് നമുക്കറിയാതെ നമ്മളത് എഴുതി. എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക, എന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് ആദ്യത്തെ 2 ടേംസ് നോക്കിയപ്പോൾ നമുക്ക് 1/2 -1/2 എന്ന് കിട്ടി. ആദ്യത്തെ മൂന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1/6 എന്ന് കിട്ടി. അപ്പോൾ therefore it is not an arithmetic sequence എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, f + n - 1 × d. ഇതാണ് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സീക്വൻസ് തന്നിട്ട് അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതിന് ഓരോന്നിനും ഓരോ വാല്യൂ കൊടുത്താൽ മതി. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിനാണ് നമ്മൾ എഫ് എന്ന് പറയുന്നത്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ്. ഇങ്ങനെയാണ് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 100 101 102 103 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇങ്ങനെ പോവും. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ് എന്ന ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്.
ഈക്വൽസ് ടു എന്താ 100 എന്ന് കൊടുക്കുക. n ഈക്വൽസ് ടു n നമുക്ക് തന്നിട്ടില്ല. n ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഓൾജിബ്രിക് എക്സ്പ്രഷൻ ചോദിക്കുമ്പോൾ നമുക്ക് n എഴുതേണ്ട ആവശ്യമില്ല. ഡി എന്താ 101 മൈനസ് 100 എത്രയാ ഡി എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് ഈ രണ്ട് സംഭവം മതി നമുക്കൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? എഫിൻ്റെ സ്ഥലത്ത് 100 കൊടുക്കുക, 100 ഇവിടെ പ്ലസ് സൈനാണ്, പ്ലസ് കൊടുക്കുക. എന്നിൻ്റെ അവിടെ n എന്ന് തന്നെ കൊടുക്കുക, n മൈനസ് 1 എന്ന് തന്നെ കൊടുക്കുക. ഇൻറ്റു ഡി എന്താ 1. ഫസ്റ്റ് എന്താ ചെയ്യുക? 100 ഇവിടെ എഴുതുക, പ്ലസ് കൊടുക്കുക. 1 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 1n മൈനസ് 1 ഇൻറ്റു 1 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 100 മൈനസ് 1 എന്ന് പറയുന്നത് 99 പ്ലസ് 1n എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പം ഈ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 99 പ്ലസ് 1n എന്നാണ് എൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇത് നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. 99 പ്ലസ് 1 ഇൻറ്റു ഫസ്റ്റ് ടേമാണ് നമ്മൾ നമ്പർ ഓഫ് ടേംസിനാണ് n എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 അല്ലേ. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ n എന്ന് കൊടുത്തേക്കുന്നത്. അപ്പം ഇൻറ്റു n ഈക്വൽസ് ടു 99 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ ഇത് ആൻസർ കറക്റ്റാണ്. നമുക്കിനി ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 99 പ്ലസ് 1 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ഈ 99 പ്ലസ് 1 ഇൻറ്റു 2 2. 99 പ്ലസ് 2 എന്ന് പറയുന്നത് എത്രയാ? 101. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേമും കറക്റ്റായിട്ട് കിട്ടിയില്ലേ? കണ്ടോ, 101 എന്ന് തന്നെയാണ് കറക്റ്റായിട്ട് കിട്ടിയത്. ആ ഫസ്റ്റ് ടേം നമുക്ക് 100 എന്ന് കിട്ടി, സെക്കൻഡ് ടേം നമുക്ക് 101 എന്നും കിട്ടി. അപ്പോൾ ഈ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കറക്റ്റാണ്. ഇപ്പോൾ ആൻസർ ചെയ്തിട്ട് ഇത് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ആൻസർ തെറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സീക്വൻസ് ഓഫ് 4 നമ്പേഴ്സ് ആൻഡ് റൈറ്റ്സ് ഇറ്റ്സ് ഓൾജിബ്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം സീക്വൻസ് ഓഫ് 4 നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 3 5 7 അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ സീക്വൻസ് ഓഫ് 4 നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഓൾജിബ്രയുടെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓൾജിബ്ര വരുമ്പോൾ 1 ആണ് ഫസ്റ്റ്. 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 2 ആണ്. ഇത് വരുമ്പോൾ 1 പ്ലസ് 2n മൈനസ് 2. ഓക്കെ, അടുത്ത് ഇങ്ങനെ വരും. എനിക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ആൻസർ എന്താ കിട്ടിയത്? 1 മൈനസ് 1 പ്ലസ് 2n എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് 2n ആണ് ഫസ്റ്റ് വരേണ്ടത്, n ആണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? 2n മൈനസ് 1. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2n മൈനസ് 1 ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കറക്റ്റ് ആണോ എന്ന്. 2 ഇൻറ്റു ഫസ്റ്റ് ടൈമിൽ നമ്മൾ 1 എന്ന് തന്നെ കൊടുക്കുക, ഇൻറ്റു 2 ഇൻറ്റു 1 മൈനസ് 1. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2, 2 മൈനസ് 1 1. അടുത്ത സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ആണ് കൊടുക്കുന്നത്. 2 ഇൻറ്റു 2 മൈനസ് 1 ഈക്വൽസ് ടു 4 മൈനസ് 1 ഈക്വൽസ് ടു 3. അപ്പോൾ നമുക്ക് 1 3 കറക്റ്റ് ആൻസർ അല്ലേ കിട്ടിയത്. അപ്പോൾ ഇതൊരു എന്താ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എഫിനും ഡിക്കും വാല്യൂ കൊടുക്കുക. വാല്യൂ കൊടുത്തിട്ട് അതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2n മൈനസ് 1 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഓൾജിബ്ര ഓഫ് ദ സീക്വൻസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രയാണ് 2n മൈനസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 3 ഇവിടെ വരും, 1 ഇവിടെ 3യുടെ ടേബിളിൽ 1 പോകാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 3യുടെ ടേബിളിൽ 9 ആണ് അടുത്ത് വരുന്നത്, 9. അപ്പോൾ 9 3 ടൈംസ് ആണ്. 10ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 1. അപ്പോൾ നമുക്കിത് ഇവിടെ കിട്ടിയില്ലേ, റിമൈൻഡർ 1 കിട്ടി അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. 1 ഇവിടെ വരും. അടുത്ത് നമ്മൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ ഈസിയാണ്. 1 പ്ലസ് 3 കൊടുത്താൽ മതി. 1 പ്ലസ് 3 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 4 ആണ്.
4 + 3 എത്രയാ 7 ആണ്. അടുത്ത 7 + 3 10. ഓക്കെ, അപ്പം നമ്മുടെ സീക്വൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. നമുക്കിത് സെക്കൻഡ് ടേം കറക്റ്റ് ആണോ എന്ന് നോക്കാം. എക്സാമ്പിൾ ആണ് നോക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ 4 വരും, ഇവിടെ 3 വരും. ഇപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 1 വരും. അപ്പോൾ റിമൈൻഡർ എത്രയാ 1. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറാണ് കിട്ടിയത്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 1ഉം 4ഉം 7ഉം 10ഉം വെച്ച് ചെയ്യുമ്പോൾ ഇത് ഇവിടെ 1 റിമൈൻഡർ വരുന്നതും ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഓൾജിബ്രിക് എക്സ്പ്രഷന് നമ്മൾ f + n - 1 × d എന്നാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. f എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് n - 1 × d എന്ന് പറയുന്നത് എത്രയാണ് 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 3 ആണ്. അപ്പോൾ 3 കിട്ടും. 1 + 3n - 3. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക ആൻസർ? -2 + 3n എന്ന് കിട്ടും. അപ്പം നമ്മളിതിനെ കറക്റ്റ് ഫോമുല എഴുതുമ്പോൾ 3n - 2. ഇതാണ് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ഇത് കറക്റ്റ് ആണോ നോക്കാം. 3 × 1 - 2. ഓക്കെ, ഫസ്റ്റ് ടേം ആയതുകൊണ്ട് നമ്മൾ 1 കൊടുത്തു. അപ്പോൾ 3 - 2 എത്രയാ 1. ഓക്കെ, ഇപ്പോൾ 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത് നമുക്ക് സെക്കൻഡ് ടൈം നോക്കാം. 3 × 2 - 2. 6 - 2. 6 - 2 എത്രയാ 4. അപ്പോൾ നമുക്ക് അങ്ങനെയും കിട്ടി. അപ്പോൾ നമ്മുടെ സീക്വൻസ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കറക്റ്റ് ആണ്. 3n - 2 ആണ് ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1. 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് എഴുതാനാണ്. 1, 11, 21, 31, 41 അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ്. ഒരു നമ്പർ എഴുതിയിട്ട് അതിൻ്റെ എൻഡിൽ 1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ്, അതാണ് ഈ സീക്വൻസ്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 10 കിട്ടും. 21ൽ നിന്ന് 11 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? f + n - 1 × d. f എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് n - 1 × d 10. 1 + 10n - 10. അപ്പോൾ എത്ര കിട്ടുക? -10n എത്ര? 10n + 10n - 9. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. 10 × 1 - 9. 10 × 1 10. 10 - 9 1. നെക്സ്റ്റ് 10 × 2 - 9. 20 - 9. 11. അപ്പോൾ നമ്മുടെ ഈ ഒരു സീക്വൻസിൻ്റെ ആൻസർ കറക്റ്റ് ആണ്. 1, 11, 21, 31, 41 അങ്ങനെ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 10n - 9 ആണ്. അപ്പോൾ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1, 11, 21, 31, 41. ഇതിനെയാണ് നമ്മുടെ നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 എന്ന് പറയുന്ന സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 or 6. 6ലും 1ലും എൻഡ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആദ്യം സീക്വൻസ് എഴുതാം. 1, 6, 11, 16, 21, 26. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഓക്കെ, ആദ്യം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്ര? 5. 11ൽ നിന്ന് 6 മൈനസ് ചെയ്താലും 5 ആണ്. 16ൽ നിന്ന് 11 മൈനസ് ചെയ്താലും നമുക്ക് എത്ര കിട്ടുക? 5 ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. ഇനി അടുത്ത ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നതിൻ്റെ സീക്വൻസ് എന്തുവാ? f + n - 1 × d. f എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് n - 1 × d എന്ന് പറഞ്ഞാൽ 5 = 1 + 5n - 5 = 5n - 4. ഇനി ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. 5 × 1 - 4. 5 × 1 എന്ന് പറഞ്ഞാൽ 5 ആണ്, -4 = 1. 5 × 2 - 4. 10 - 4 6.
Therefore answer is correct. അപ്പം 5n minus 4 ആണ് നമ്മുടെ ആൻസർ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 5n minus 4 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ടേം ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24, 42 ഡാഷ് ഡാഷ്. അപ്പോൾ ഈ ഡാഷ് ഡാഷിലെ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 42 മൈനസ് 24 ചെയ്യുമ്പോൾ നമുക്ക് 18 ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ ഒരു സീക്വൻസിൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 18 ആണ് കിട്ടുക. ആ 18 വെച്ച് ഇവിടെ ആഡ് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ 42 പ്ലസ് 18 എന്ന് പറയുന്നത് നമുക്ക് 60 ആണ് കിട്ടുക അല്ലേ. 60 ആകുമ്പോൾ ഇവിടെ 60 വരും. അടുത്ത 60 പ്ലസ് 18 എന്ന് പറയുന്നത് എത്രയാ? 60 പ്ലസ് 18 എന്ന് പറഞ്ഞാൽ എത്രയാ? 78. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 78 കിട്ടും. അപ്പോൾ നമ്മളൊരു സീക്വൻസ് കംപ്ലീറ്റ് ആയി 24, 42, 60, 78. അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനാണ് നമ്മളൊരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിലൊരു കോമൺ ഡിഫറൻസ് വെച്ചല്ലേ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ 24 പ്ലസ് 18, 42, 42 പ്ലസ് 18, 60, 60 പ്ലസ് 18, 78, 78 പ്ലസ് 18 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിനാണ് നമ്മളിപ്പോൾ ഈ രണ്ട് സീക്വൻസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സീക്വൻസിലേക്ക് പോവാം. അടുത്ത സീക്വൻസിലും സെയിം കോമൺ ഡിഫറൻസ് ആണ് 18 ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ സെയിം കോമൺ ഡിഫറൻസ് 18 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 24 മൈനസ് 18 ചെയ്യുക. അപ്പോൾ 24 മൈനസ് 18 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. 6 ആണ് ഫസ്റ്റ് ടേം. ഓക്കെ, ഫസ്റ്റ് ടേം എന്താ? 6 ആണ്. 24, 6 പ്ലസ് 18 എന്ന് പറയുന്നത് 24, 24 പ്ലസ് 18 എന്ന് പറഞ്ഞാൽ 42, 42 പ്ലസ് 18 എത്രയാ? 60. അപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സെക്കൻഡ് സീക്വൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 6, 24, 42, 60. ഇതാണ് നമ്മുടെ സെക്കൻഡ് സീക്വൻസ്. ഇനി നമുക്ക് അടുത്ത സീക്വൻസിലേക്ക് പോകാം. അടുത്ത സീക്വൻസും സെയിം പോലെയാണ്. അപ്പോൾ നമ്മുടെ തേർഡ് സീക്വൻസിന് ഡാഷ് ഡാഷ് 24, 42. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 24ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 6 കിട്ടും. 6ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? -12. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയോ? 24 മൈനസ് 18 എന്ന് പറയുന്നത് 6 ആണ്. അടുത്തത് വരുമ്പോൾ 6 മൈനസ് 18 എന്ന് പറയുമ്പോൾ -12. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -12 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ടേം 6 ആണ്. ഇവിടുത്തെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 16. ഇവിടുത്തെ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 16, ഫോർത്ത് ടേം 78 ആണ്. സെക്കൻഡിൽ വരുമ്പോൾ ഇവിടുത്തെ ഫോർത്ത് ടേം 60 ആണ് അല്ലേ. ഇതേപടി തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ സെക്കൻഡ് ടേം 6 ആണ് ഇവിടെ. അപ്പോൾ ഈ സീക്വൻസ് ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് നമ്മളൊരു സീക്വൻസിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the fifth term of an arithmetic sequence is 38 and the ninth term is 66. ഓക്കെ, ninth term എന്ന് പറഞ്ഞാൽ 66 ആണ്. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ 38 ആണ്. ഇത് നമ്മൾ എഴുതുമ്പോൾ ഫിഫ്ത്ത് ടേം 38ഉം നയൻത്ത് ടേം 66. ഇത് ഫിഫ്ത്ത് ടേം 38ഉം നയൻത്ത് ടേം 66ഉം ആണെങ്കിൽ 25th ടേം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നല്ലേ. അപ്പോൾ ഞാനിപ്പോൾ f പ്ലസ് 4d എന്നാണ് കൊടുക്കുന്നത്. n എന്ന് പറഞ്ഞാൽ 5 ആണ്. -1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 1 4 അല്ലേ. അപ്പോൾ 4d എന്നാണ് ഞാൻ കൊടുക്കുന്നത്. 4d ഈക്വൽസ് ടു 38. നെക്സ്റ്റ് വരുമ്പോൾ സെയിം ആണ്. f പ്ലസ് 8d ഈക്വൽസ് ടു 66. ഇങ്ങനെ വരും. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മൈനസ് സൈൻ കൊടുക്കുമ്പോൾ ഈ എഫും ക്യാൻസൽ ആയിക്കും. അപ്പോൾ നമുക്കിനി 4dയും 8dയും 38ഉം 66 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിനെ ഇതുകൊണ്ട് 4ൽ നിന്ന് 8നെ മൈനസ് ചെയ്യുക. അപ്പോൾ -4d ഈക്വൽസ് ടു -28 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഡി എന്താണ്? ഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? -28 ഡിവൈഡഡ് ബൈ -4. ഓക്കെ, അപ്പോൾ ഇത് എത്ര പ്രാവശ്യം പോവും? 7 ടൈംസ് അല്ലേ. 4ന്റെ ടേബിളിൽ 7 ടൈംസ് ആണ് നമ്മുടെ 28 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡി എത്ര കിട്ടി? 7 എന്ന് കിട്ടി.
അടുത്ത ഇനി നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് എഫ് പ്ലസ് 4 ഇൻറ്റു ഡിയുടെ സ്ഥലത്ത് നമുക്ക് 7 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 7 ഈക്വൽസ് ടു 38. എഫ് പ്ലസ് 4 ഇൻറ്റു 7 എത്രയാ? 28. 28 ഈക്വൽസ് ടു 38. എഫ് പ്ലസ് എഫ് ഈക്വൽസ് ടു 38. ഈ പ്ലസ് 28 ഈക്വൽസിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -28 ആണ്. -28 ഈക്വൽസ് ടു എഫ് ഈക്വൽസ് ടു 10 എന്ന് കിട്ടും അല്ലേ. നമുക്ക് എഫ് ഈക്വൽസ് ടു 10 എന്ന് കിട്ടും. നമുക്ക് ഇനി അടുത്ത് ഇത് 5th ടേം നമുക്ക് 38 തന്നെയാണോ കിട്ടുന്നത് നോക്കാം. എന്ന് പറയുമ്പോൾ f plus 4d ഈക്വൽസ് ടു 38. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 കിട്ടി. പ്ലസ് 4 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്ര? 28. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. സോറി എഫ് നമുക്ക് ഇവിടെ 38 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് 10 + 28 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 38 ആണ്. അപ്പോൾ നമുക്ക് എഫ് പ്ലസ് 4d ഈക്വൽസ് ടു 38. സെയിം ആൻസർ അല്ലേ കിട്ടിയത് നമുക്ക്. അപ്പോൾ ഇത് 10 ആണ് ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസ് എത്രയാ? 7 ആണ്. അങ്ങനെ വരുമ്പോൾ 38 5th ടേം ആയിട്ട് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 25th ടേം ആണ്. അത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 25th ടേം എന്താ? 25th ടേം എന്ന് പറയുന്നത് എഫ് പ്ലസ് 24d ആണ്. എഫ് പ്ലസ് 24d എന്ന് പറയുമ്പോൾ n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 25 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 24 ആണ്. 24 ഇൻറ്റു ഡി, അതാണ് എഫ് പ്ലസ് 24d എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത് എഫ് പ്ലസ് 24d എന്താണെന്ന് നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ 10 ആണ്. പ്ലസ് 24 ഇൻറ്റു 7 അല്ലേ, ഈക്വൽസ് ടു, അപ്പോൾ ആൻസർ 178. അപ്പോൾ നമ്മൾ 25th ടേം കണ്ടു. 25th ടേം എന്ന് പറയുന്നത് 25th term of this sequence equals to 178. ഓക്കെ, അപ്പം 178 ആണ് 25th term of the sequence എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയിൽ n മൈനസ് 1 മൈനസ് ചെയ്തപ്പോൾ നമ്മൾ എഫ് പ്ലസ് 4d എന്ന് കിട്ടി. എഫ് പ്ലസ് 4dയും എഫ് പ്ലസ് 8dയും കൂടെ 80 ഈക്വൽസ് ടു 66 മറ്റേ 38 ഇട്ട് നമ്മൾ സോൾവ് ചെയ്തു. സോൾവ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു? അതിൽ എഫും ഡിയും കണ്ടുപിടിച്ചു. എഫും ഡിയും നമ്മളെ 25th ടേമിൽ അപ്ലൈ ചെയ്തു. 25th ടേമിൽ എഫ് പ്ലസ് 24d എന്നായിരുന്നു. അത് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് 178 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ 25th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 178 ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ടേം 5ഉം 5th ടേം 2 ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സെക്കൻഡ് ടേം 5നെ നമ്മൾ എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, ഇതിൽ എഫ് നമുക്കറിയില്ല. എഫ് പ്ലസ് സെക്കൻഡ് ടേം അല്ല, അപ്പം സെക്കൻഡ് പൊസിഷനാണ്. 2 മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽസ് ടു 5 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എഫ് പ്ലസ് 1d ഈക്വൽസ് ടു 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് പ്ലസ് 4d ഈക്വൽസ് ടു 2. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എഫ് പ്ലസ് 1d ഈക്വൽസ് ടു 5ഉം എഫ് പ്ലസ് 4d ഈക്വൽസ് ടു 2 ആണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാം. ഇവിടെ മൈനസ് സൈൻ വരും, എഫും ക്യാൻസൽ ആവും. 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 3 കിട്ടും അല്ലേ, -3d കിട്ടും. അപ്പോൾ അടുത്ത് 5ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ d എന്ന് പറഞ്ഞാൽ 3/-3. ഓക്കെ, അപ്പം ഇതും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടാം? -1 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഓക്കെ, നമ്മുടെ കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് ടേം ഈക്വൽസ് ടു -1 ആണ്. നമ്മളിതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് -1 എന്ന് കണ്ടുപിടിച്ചത്. ഇനി നമ്മളതിൻ്റെ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ടേം എഫ് പ്ലസ് 4d ഈക്വൽസ് ടു, ഞാനിപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുന്നത് എഫ് പ്ലസ് 4d ഈക്വൽസ് ടു 2. ഓക്കെ, എഫ് നമുക്കറിയില്ല, അപ്പോൾ നമ്മൾ എഫ് തന്നെ കൊടുക്കും. പ്ലസ് 4 ഇൻറ്റു ഡി നമുക്കറിയാം എത്രയാ? -1 ഈക്വൽസ് ടു 2. ഓക്കെ, അപ്പം എഫ് പ്ലസ് 4 ഇൻറ്റു -1 എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്ത എഫ് പ്ലസ് -4 ഈക്വൽസ് ടു 2. ഓക്കെ,
അപ്പം F ഈക്വൽസ് ടു 2 + 4. 2 + 4 6. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എത്ര കിട്ടും നമുക്ക് കിട്ടിയേ? 6 എന്ന് കിട്ടി. ഇനി അടുത്താണ്ട് സീക്വൻസ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം നമുക്ക് 6 എന്ന് കിട്ടി. 6. അടുത്ത സെക്കൻഡ് ടേം എന്തായിരിക്കും? 5. നെക്സ്റ്റ് 4 3 2 1 അങ്ങനെ പോവും. 0 അങ്ങനെ പോവും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സീക്വൻസ് ആണ് ഇപ്പോൾ നോക്കിയത്. 6 5 4 3 2 1 0. ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ടേം 5ഉം ഫിഫ്ത്ത് ടേം 2 ആണ്. അപ്പം നമുക്ക് സെക്കൻഡ് ടേം 5 അല്ലേ കിട്ടിയത്? ഇവിടെ 5 ആണ്. അടുത്ത ഫിഫ്ത്ത് ടേം 1 2 3 4 5. ഫിഫ്ത്ത് ടേം 2 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാത്സിൻ്റെ ചാപ്റ്റർ 1 അരിത്മെറ്റിക് സീക്വൻസസിലെ പാർട്ട് 1 കഴിഞ്ഞു. ഇനി നമ്മൾ പാർട്ട് 2ലേക്കാണ് പോകുന്നത്. പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.